ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്സിസ് സ്നാക്സിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 2 ഇന്ന് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച് സമയം വൈകിയതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ചോക്ലേറ്റ് സാധാ നോർമൽ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയായിരുന്നു മോൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് തോന്നിയത് അന്ന് ഇതൊന്ന് വ്ളോഗ് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വ്ളോഗാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ തലേദിവസം വേവിച്ച് വെച്ച ബീഫ് ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് ഇന്നലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. ബാക്കിയുണ്ടായ ബീഫ് വന്നിട്ട് ഞാൻ അതിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ ഒരു പാത്രത്തോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പാത്രമൊക്കെ കൈയോട് കൂടി തന്നെ നേരിയൊരു ചൂടുവെള്ളത്തിൽ കഴുകി വെക്കണം. കാരണം തണുപ്പായതുകൊണ്ട് ഇതിൻ്റെ നെയ്യൊക്കെ കട്ട പിടിക്കുന്നുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ അങ്ങനെ കഴുകി മാറ്റി വെക്കുവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ കുക്കറിൽ തന്നെയാണ് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോസ് ബോയിൽ ചെയ്തത്. അപ്പം നിങ്ങൾ ഇങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിൽ മാക്സിമം യൂസ് ചെയ്ത പാത്രം തന്നെ കഴുകി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി പാത്രങ്ങൾ കുറച്ച് ഉപയോഗിക്കാം. പിന്നെ പാത്രം കഴുകുക എന്നുള്ളൊരു വലിയ ജോലി പെട്ടെന്ന് തന്നെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ആ സമയത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ചിക്കനും കൂടി ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ മോനോട്ടിനോട് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ അവനെ പോയി എടുത്ത് അവനെ കളിപ്പിച്ചു. പിന്നെ അവനെ ഞാനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ പുറത്തുകൊണ്ട് ഇരുത്തിയൊക്കെയാണ് ഞാൻ. അപ്പോൾ ഇന്നലെ രാത്രി തുണി കഴുകിയിട്ടതൊക്കെ ഒന്ന് അലക്കിയതൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പുതിയ തുണികൾ വിരിക്കുവാണ്. നല്ല കാറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവനവിടെ താഴെ മൂത്രമൊഴിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ കസേര എത്തിയപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, താഴെ കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കണ പോലെ. അതാവും മുള്ളിയതാണ് കേട്ടോ. അവനിങ്ങനെ കസേരയിലൊക്കെ ഇരുത്തിയിട്ട് പുറത്തിരുത്തിയിട്ട് തണുപ്പടിക്കുമ്പോഴേക്കും വേദന ആൾ മൂത്രമൊഴിക്കും. അപ്പോൾ ഞാൻ അവനെ കസേരയിലങ്ങനെ ബെൽറ്റിട്ട് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ തുണികളൊക്കെ വിരിക്കുവാണ്. അപ്പോൾ അവനവിടെ ഇങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിക്കണം നോക്കി കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. ഞാനപ്പോൾ എൻ്റെ പണികളിങ്ങനെ ചെയ്യും. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ കുട്ടീനെ നോക്കണത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണത്. ഇതാ നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണത് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ നിങ്ങൾ പ്ലാനിങ്ങോട് കൂടി ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും സമയം ഉണ്ടാകും. അങ്ങനെ ഒന്നിനും സമയമില്ലാന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ അവൻ്റെ കസേരയൊക്കെ അകത്തുകൊണ്ടിട്ട് അവനൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവന് ഗോതമ്പ് ദോശയാണ് ഇഷ്ടം. നമ്മുടെ അരിദോശേനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഗോതമ്പ് ദോശയാണ്. പിന്നെ ഇങ്ങനെ അരി ഭക്ഷണം കുറവാണ് ആൾക്ക്, കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഗോതമ്പ് ഇഷ്ടമായതുകൊണ്ട് ഗോതമ്പിനെ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അമ്മയും അപ്പച്ചനൊക്കെ നാട്ടിൽ നിന്ന് വെച്ചതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൊട്ടറ്റോ എന്തായിരുന്നു അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഗോതമ്പ് ദോശ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ട് കാണിക്കുന്നത്. ഇത് ശരിക്കും മുമ്പേ ഇടേണ്ടതായിരുന്നു, പക്ഷേ ഇത് എഡിറ്റ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിമ്പിലോട്ടായിപ്പോയി. അപ്പോൾ ഇതാ സാധാ നമ്മുടെ ആട്ടപ്പൊടി, ചപ്പാത്തിപ്പൊടി അതൊരു സ്പൂൺ ഇട്ടിട്ട് അതിലൊരു നുള്ളു പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഒരു പാനിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിലാണ് വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് അത് ഒന്ന് ചുട്ടെടുക്കുക. അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ തുണി വിരിക്കാൻ പോയത്. വന്നിട്ട് അത് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോനെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ടോ. അതിന് ശേഷം അവൻ ഇരുത്തിയിട്ട് അവിടെ ഫുഡ് കൊടുത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതും പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് കയറി നോക്കാം കേട്ടോ. പിന്നെ റെസിപ്പീസ് ഇട്ടിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മൂന്നുപേരും കൂടി തന്നെയാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ചെയ്തത്. അപ്പോൾ വേറെ അങ്ങനെ ഗസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കേക്ക് ഉണ്ടാക്കി, ബിരിയാണി, കട്ട്ലേറ്റ് അങ്ങനെ 2-3 ഡിഷ് ഉണ്ടാക്കി ഞങ്ങൾ മൂന്നുപേരും കൂടി തന്നെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഹസ്ബൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് പ്രോഗ്രാംസൊക്കെ നടത്തുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല.
അപ്പോൾ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ, നമ്മുടെ നാട് പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ സ്പഞ്ച് കേക്ക് ഞാൻ ഒരു അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട് ഫ്രീസറിലോട്ട് വെക്കുവാണ്, നമുക്ക് കേക്ക് ഉണ്ടാകുന്ന സമയം പോക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ സവാള ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് വേഗം തന്നെ. അപ്പോൾ നമ്മുടെ മോനൂട്ടിനവിടെ ഫുഡ് കഴിച്ചിരിക്കുവാണ്. ആ സമയത്താണ് ഞാൻ ചെയ്യണത്. ഇങ്ങനെ ടി വി കാണിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. പക്ഷേ എനിക്കിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, ആരും നോക്കാനില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജാറിലോട്ട് നമ്മൾ നന്നാക്കി വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. നമ്മുടെ സവാള ഇതൊക്കെ വരട്ടാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള ഇതും കൂടിയും റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് റെഡിയാക്കിയിട്ട് അപ്പോൾ ഒരുമിച്ച് ഞാൻ ഓയിൽ ഇതൊക്കെ ഒഴിച്ചിട്ട് സവാളയും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കുവാണ്. അതിന് ശേഷം നമ്മൾ മസാല ഇട്ട് അതിലോട്ട് അരിയിട്ട് വറുത്ത് ഇതാക്കി കഴിയുമ്പോൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. പിന്നെ ഇതിലോട്ട് നമ്മുടെ ഉള്ളി വഴന്ന് കഴിഞ്ഞപ്പോക്കും ഞാൻ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചില്ലായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു പിടി തേങ്ങ, ചെറിയ തേങ്ങ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കശകശ കുതിർത്തിയതും കൂടി ഇടാം, എന്നിട്ട് അരച്ചെടുക്കാം. ഞാനപ്പോൾ അത് അരച്ച് വെച്ചതിന് ശേഷം ഇവിടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത്രയും ചേർത്ത് വഴറ്റി ഇതിൻ്റെ പച്ചമണം പോകണം. അപ്പോൾ നമ്മുടെ റൈസ് അവിടെ വെന്തുകൊണ്ടിരിക്കണം, അത് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. റൈസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. നമ്മൾ അതിലോട്ട് തക്കാളി ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് വഴന്നു വേണം. സാധാ ഒരു നോർമൽ ചിക്കൻ ബിരിയാണി, വലിയ ഡെക്കറേഷനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് എന്താണ് നമ്മൾ കാണിക്കുന്നത് പറഞ്ഞു തരണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കാം കേട്ടോ. അപ്പോൾ റൈസ് റെഡി ആയി കഴിഞ്ഞപ്പോഴും ഞാൻ അപ്പുറത്തെ പാനിൽ കുറച്ച് ഇഞ്ചിയും, പച്ചമുളകും, വെളുത്തുള്ളി ചതച്ചതും സവാളയും കൂടി അരിഞ്ഞിട്ട് പൊടിയായിട്ട് അരിയണം കേട്ടോ. കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ളത് വെച്ച് ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് ഒന്ന് വഴറ്റി അതിലോട്ട് ചിക്കൻ ചേർത്ത് ചിക്കനും കൂടിയിട്ട് ഒന്ന് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങയുടെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കശകശ കുതിർത്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്, കശകശ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ മാത്രം ചേർത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വരന്നു തന്നെ ഒരു അരമണിക്കൂർ സമയം എടുക്കും, നന്നായിട്ട് ബ്രൗൺ കളർ ആവണം, അത്ര ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് പിന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടിയും കുരുമുളകും ചേർത്ത് നമ്മൾ കട്ട്ലറ്റിൻ്റെ തൊട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തതല്ല നമ്മൾ മിക്സിലടിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് പിന്നെ നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോൾ അമ്മേനെ വെച്ച് സംസാരിക്കാനായിട്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പൊട്ടറ്റോൻ്റെ പീലൊക്കെ ഒന്ന് ചെയ്തെടുക്കുവാണ് കേട്ടോ, തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുവാണ്. പിന്നെ നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ മിക്സ് ഇട്ടിട്ട് അത് കുഴച്ച് ഒന്ന് കട്ട്ലൈറ്റ് ആക്കി എടുക്കുവാണ്. ഞാനപ്പോൾ എനിക്ക് ഈ ഉച്ചത്തേക്ക് ആവശ്യമുള്ള മാത്രം കട്ട്ലൈറ്റ് ആക്കിയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അതേപോലെ തന്നെ ആ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്, ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട്. കാരണം എല്ലാം കൂടി പറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ടൈം എടുക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. വേഗം തന്നെ കൈ കൊണ്ട് അങ്ങോട്ട് പരത്തോളം, വലിയ ഷേപ്പ് നോക്കണമെന്നില്ല, നമ്മൾ വീട്ടിലെ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ട്. പിന്നെ അതിലോട്ട് ഒരു മുട്ടയും പൊട്ടിച്ച് കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുത്തിട്ടാണ് പിന്നെ ബാക്കി ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ ചട്ടിയിൽ ഇപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുക. ഈ ചട്ടി ശരിക്കും നല്ല അടിപൊളി ചട്ടിയാണ്, കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് കുറച്ച് ഓയിലും മതി. അന്ന് കൂടിയുള്ളതുകൊണ്ട് കുറച്ച് ഓയിലിൽ തന്നെ കുറേ സാധനങ്ങൾ പൊരിച്ചെടുക്കാൻ പറ്റണം. അങ്ങനത്തെ ഓയിലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ചട്ടിയാണ്. അപ്പോൾ അതിൽ നമ്മുടെ മുക്കി വെച്ച കട്ട്ലേറ്റുകൾ ഓരോന്നിട്ടിട്ട് ഞാൻ വറുത്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞാപ്പി ഉച്ചയ്ക്ക് ഒരു ചെറിയ ഉറങ്ങും, ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ്. അപ്പോൾ അജിയുടെ വരുന്നതിന് മുമ്പ് അവനൊരു ചെറിയ ഉറക്കത്തിന് കയറിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് വേഗം എളുപ്പത്തിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പണിയുണ്ട്, അതൊന്ന് ചെയ്യുവാണ്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് പൗഡറാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിൽ ഐസൊക്കെ ഇട്ടിട്ട് ഐസ് വെള്ളമൊക്കെ എടുത്ത് അതിലോട്ട് വേറൊരു ബൗൾ ഇറക്കി വെച്ചിട്ട് ആ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം ഇട്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും ഒരു വിപ്പിംഗ് ക്രീമിന് ഇത്ര ml പാൽ ഒഴിക്കണം എന്നൊക്കെ, അതനുസരിച്ച് പാലൊക്കെ ഒഴിച്ച് വാനില എസൻസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലൊഴിച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തിക്നെസ് കൂടി പാൽ കുറഞ്ഞു തോന്നിയുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ച് എനിക്ക് ആവശ്യമുള്ളൊരു ആ തിക്നെസ്സിലോട്ട് ആക്കി എടുത്തിട്ടാണ്.
അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് ന്യൂട്രല്ല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഐസിങ് ഷുഗർ ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് മധുരം ഉണ്ടായിരുന്നു, അതിന് കുറച്ചും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചും കൂടി ചേർത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രീസറിൽ വെച്ച കേക്കാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സ്പഞ്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കേക്കിംഗ് ട്രേയിൽ ഓരോ സ്പഞ്ച് ഇറക്കി വെച്ചിട്ട് ഷുഗർ വാട്ടറൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് വന്നുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ഹസ്ബൻഡിനുള്ള ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചത് ഞാൻ എടുത്ത് കൊടുക്കുകയാണ്. ദം ചെയ്ത് സാധാ ദം ചെയ്യണ പോലെ ദം ചെയ്ത് അതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പം ആ സമയത്ത് മോനും എഴുന്നേറ്റായിരുന്നു. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ബജേട്ടനും മോനും കൂടി ആയിരുന്ന സമയത്ത് അവന് ചോറ് കൊടുക്കാൻ കാണുന്നത്. അപ്പോൾ അവൻ ചോറ് കഴിക്കാണ്ടായപ്പോൾ താഴെ ഇറക്കി ഇരുത്തിയതാണ്. ബജേട്ടൻ്റെ ഒപ്പം അപ്പോൾ കളിക്കണം. ഇപ്പോൾ ആൾ നടന്നൊക്കെ തുടങ്ങിയിട്ട് നന്നായിട്ട് നടക്കും. ആരും പിടിക്കൊന്നും വേണ്ട, വേഗം നടന്നോളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കുക്കറിൽ കുറച്ച് പാൽ തിളപ്പിക്കാൻ വെച്ചായിരുന്നു പായസം ഉണ്ടാക്കാനായിട്ട്. പിങ്ക് പാലട പായസമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി. കുക്കറിൽ വെച്ചിട്ടുള്ള പിങ്ക് പാലട. അപ്പോൾ നമ്മുടെ കേക്ക് നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അത് പിന്നെ അതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് സെറ്റ് ചെയ്യണത് തിരിച്ചിട്ടോ. അപ്പോൾ മോനുള്ളതുകൊണ്ട് ഇങ്ങനെ പല പല സമയത്തായിട്ടാണ് സെറ്റ് ചെയ്യണത്. കാരണം ഒരുമിച്ച് അതിന് വേണ്ടി നിൽക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് ചെയ്ത് വെക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിള്ളേരുള്ളപ്പോൾ നിങ്ങളത് കഴിഞ്ഞില്ലെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്, നമ്മുടെ മിൽക്ക് ചോക്ലേറ്റാണിത്. ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഉരുക്കുന്നത്. ഇത് ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വേറെ ഞാൻ വിപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ചേർത്തിട്ട് ഒന്ന് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യത്തില്ലേ അതേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ കേക്കായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ 3 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തുകൊണ്ട് കുറച്ച് വലിപ്പം കൂടിപ്പോയി. പിന്നെ അത്ര പെർഫെക്ഷനൊന്നും ഞാൻ പറയത്തില്ല. ലാസ്റ്റ് സമയപ്പോഴും നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ പൊക്കത്ത് വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഗനാഷാണ് ചെയ്തത്. ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചത്. അപ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്ഷനായിട്ടോ. ഇതിലൊന്നും അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് ഇത് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെതായ പെർഫെക്ഷനൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കേക്കല്ലേ വിശ്വസിച്ച് നമ്മൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ അതാ നമ്മുടെ ഇത് മെൽറ്റ് ആയതിന് ശേഷം ഞാനത് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ട്രേയിൽ പിന്നെ ഒരു 2 ക്യൂബ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് 1:1 എന്ന 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന രീതിയിൽ ഗനാഷ് റെഡിയാക്കുക. അപ്പോൾ ലാസ്റ്റ് ഗനാഷ് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലോട്ട് 1 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. ഞാനപ്പോൾ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. നല്ല ഗ്ലേസിങ് നല്ല ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക്കിനേക്കാളും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നമ്മുടെ സാധാ ഗ്ലാസിൻ്റെ ബൗള് അല്ലെങ്കിൽ സ്റ്റീൽ ബൗളൊക്കെ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പിന്നെ വേഗം ഓർക്കാണ്ട് അതിൽ തന്നെ അങ്ങോട്ട് ചെയ്തു പോയി. അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാധാ സ്റ്റീലിൻ്റെ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ ബട്ടർ ഇട്ടതിന് ശേഷം പുറത്തിറക്കി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ചൂട് ആറിപ്പോകല്ലേ എന്ന് ഓർത്തിട്ട് അതിൽ തന്നെ വെക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ഈ കേക്ക് ഐസിങ് ചെയ്തത് ഫ്രീസറിൽ വെക്കണം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത് പുറത്തോട്ട് ഇറക്കുവാണ്ട് വേഗം തന്നെ ചൂടാക്കിയിട്ട് ഒരു നേരിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇത് നമ്മുടെ ഇതിലോട്ട് എന്താണ് കേക്കിലോട്ട് ഒഴിക്കാൻ വേണം. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ ചുമ്മാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പല പല ലീഫിൻ്റെ മോളിൽ അങ്ങനെയൊക്കെ ഒന്ന് പരത്തിയെടുത്തപ്പോൾ ഗനാഷ് എടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി ചൂടൊക്കെ അറിയാമെന്നൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ കുറച്ച് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം ഇങ്ങനെ വെക്കുക, അതിൻ്റെ പുറത്തൊരു ബൗൾ വെക്കുക, അതിൻ്റെ പുറത്തോടെ കേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷ് താഴത്തോട്ട് ഒലിച്ചിറങ്ങിയാലും ഞാൻ താഴത്തോട്ട് പോകാണ്ട് കിട്ടും. കണ്ടോ ഇപ്പം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗനാഷും കൂടി ഒഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ.
ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ടൂൾസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഗനാഷ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ നമ്മൾ എത്ര ഒഴിച്ചാലും ആവത്തില്ല. അപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ട് സൈഡിലോട്ടൊക്കെ നന്നായിട്ട് ആക്കി കൊടുത്തിട്ട് പിന്നെ ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ആക്കിയിട്ട് ചെയ്തത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണ സമയപ്പോഴാണ് എടുത്തിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചുമ്മാ നമ്മുടെ മിഠായിയും പിന്നെ ആ ചോക്ലേറ്റിൻ്റെ സാധനമില്ല അതാണ് വെച്ച് കൊടുത്തത്. വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല. സൈഡിൽ കുറച്ച് നമ്മുടെ പേൾസും കാര്യങ്ങളൊന്നും വിതറി കൊടുത്താൽ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസറിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറുക്കുണ്ടാക്കുന്നത് ഇതാണ് കാണിക്കുന്നത് മോന്. റാഗിപ്പൊടിയും ഇതും കൂടി സമം എടുക്കുക. നമ്മൾ കണ്ണങ്കായ ഉണക്കിയതും പിന്നെ റാഗിയും സമം പൊടിച്ച് വെച്ച കൂട്ടാണത്. അതിലോട്ട് ഞാൻ പനം കൽക്കണ്ടം പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ആ പൊടി ചേർക്കുക. നമ്മൾ സമം ചേർത്ത പൊടി പിന്നെ ആവശ്യത്തിന് മധുരത്തിന് കൽക്കണ്ടം പൊടിച്ചത് ചേർക്കുക. കൽക്കണ്ടം പൊടിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ അതിലോട്ട് പാൽ അല്ലെങ്കിൽ വെള്ളം, തേങ്ങാപ്പാൽ, പശുവിൻ പാൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ സാധാ വെള്ളമാണ് ചേർത്തത്. വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ പാലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ കുട്ടികൾ എന്തോരം തിക്നെസ് കഴിക്കുന്ന ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഒഴിക്കാൻ കേട്ടോ. എൻ്റെ മോന് നന്നായിട്ട് ലൂസാവണം, അപ്പോൾ ഞാൻ നന്നായിട്ട് ലൂസാക്കി തന്നെയാണ് എടുത്തത്. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ റാഗിയും ഇതൊക്കെ വേവണം. കണ്ണങ്കായയുടെ പൊടി മേടിക്കാൻ കിട്ടും. ഞാൻ പക്ഷേ റാഗിയും കണ്ണങ്കായ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവരുവാണ് ചെയ്തത്. കണ്ണങ്കായ നമ്മൾ വീട്ടിൽ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈ എടുക്കാതെ ഇളക്കണം. പിന്നെ ഇതിൻ്റെ തിക്നെസ് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ കഴിക്കുമെന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കണം നല്ലതാണ്. കുട്ടികൾക്ക് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നല്ലതാണ് നെയ്യ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ കഴിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. പിന്നെ പാത്രങ്ങളുണ്ടായിരുന്നൊക്കെ കഴുകി വെച്ച് ഞാൻ പായസം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ആ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അജിയേട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കേക്ക് മുറിച്ച് ഞങ്ങൾ 3 പേരും കൂടി പ്രാർത്ഥനയൊക്കെ എത്തിച്ച് കുഞ്ഞാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ കേക്ക് മുറിക്കാണ്ട് കേക്ക് നിങ്ങൾ കണ്ടില്ലേ, ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളുടെ കുട്ടാപ്പിയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.